തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറും അംഗമായി കെ രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. സ്വർണ്ണമോഷണ കേസ് വിശ്വാസികളിൽ സങ്കടമുണ്ടാക്കി. ശബരിമലയോടുള്ള അവിശ്വാസം വ്രണപ്പെട്ടിട്ടില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. അതേസമയം സംതൃപ്തിയോടെയാണ് പടിയിറക്കമെന്ന് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് പറഞ്ഞു. മന്ത്രിമാരായ വി.എൻ. വാസവൻ, വി. ശിവൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. കെ ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കുന്നു. കെ രാജു എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കുന്നു. കെ രാജു. കെ ജയകുമാർ ദേവസ്വം പ്രസിഡന്റാകുന്നത് അഭിമാനകരമെന്നും അഡ്മിനിസ്ട്രേഷൻ എന്ന കല വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മന്ത്രി വി. ശിവൻകുട്ടി ഇരുവരെയും പൊന്നാടയണിയിച്ചു. ശബരിമലയിൽ നടക്കുന്ന അവിഹിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം കെ ജയകുമാർ പറഞ്ഞു. ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, ബോർഡിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം, പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും പങ്കെടുത്തു. സംതൃപ്തിയോടെയാണ് പടിയിറക്കമെന്ന് പ്രശാന്ത് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് തന്നെ ആ മാസ്റ്റർ പ്ലാൻ, അന്നത്തെ മാസ്റ്റർ പ്ലാന് അതിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ ജയകുമാർ സാറിനെ തന്നെ ഇതിൻ്റെ പ്രസിഡന്റായി കൊണ്ടുവന്നു എന്നുള്ളത് സർക്കാരിൻ്റെ ശബരിമലയിലുള്ള വികസനത്തിൻ്റെ താല്പര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബോർഡ് യോഗവും ചേർന്നു. നാളെ തുടങ്ങുന്ന ശബരിമല മണ്ഡലകാലത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.